ഞാനിപ്പോൾ നിൽക്കുന്നത് മലബാറിൻ്റെ സ്വന്തം കക്കാടംപൊയിലെ ഏറ്റവും പുതിയൊരു പ്രീമിയം റിസോർട്ടിലാണ് ലാപ്പൈസ്. ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം റിസോർട്ടാണ് നമ്മൾ ഈ പുതിയ വ്ളോഗിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഇൻഫിനിറ്റി പൂളിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ്. അതിൻ്റെ പുറകിലത്തെ ആ ഒരു വ്യൂ കണ്ടില്ലേ, നല്ലൊരു മൗണ്ടെയിൻ വ്യൂ ആണ്. നമ്മൾ ആ കുരിശുമലേൻ്റെ ഒക്കെ ഒരു ഭാഗം ഒക്കെ കാണാം. ഇവിടുന്ന് 5 കോട്ടേജുകളാണ് വരുന്നത്. അത് മനോഹരമായിട്ടുള്ള ബാൽക്കണിയോട് കൂടിയിട്ടുള്ള കിഡ്സ് പാർക്കും DJ റൂംസും ഒക്കെ ആയിട്ട് നമുക്ക് ഫുള്ളി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രീമിയം പ്രോപ്പർട്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, പൂളൊക്കെ അടിപൊളിയാണ്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂള്, കിഡ്സിൻ്റെ ഏരിയ ഉണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് വാഷ്റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ റൂമുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു റിസോർട്ട് 100% ഫാമിലിക്കും കപ്പിൾസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവരിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെക്കേഷനിലൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ കൂടുതലും കുട്ടികളുടെ കിഡ്സ് പാർക്ക്, ഇൻഡോർ ഗെയിംസ്, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ റിസോർട്ടുകളിലൊക്കെ സെർച്ച് ചെയ്യുക. അതിവിടെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 5 വില്ലകളാണ് ഇവിടെ വരുന്നത്. അതിൽ തന്നെ 2 കാറ്റഗറീസ് ഉണ്ട്. 2 ബെഡ്റൂമിൻ്റെ മൾട്ടിപ്ലെക്സ് വില്ല വിത്ത് പ്രൈവറ്റ് പൂൾ വരുന്നുണ്ട്. 2 ഫാമിലി 2 കപ്പിൾസിനൊക്കെ പറ്റിയിട്ടുള്ള വില്ലയാണ്. ഇത് പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഹെവി ബസ്സിലാണെങ്കിലും ട്രാവലറിലാണെങ്കിലും ഡയറക്റ്റ് റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ളൊരു സൗകര്യമുണ്ട്. ഓഫ് റോഡല്ല വരുന്നത് കേട്ടോ, നോർമലി റോഡാണ്. ഇത് ഇവിടുത്തെ മൾട്ടിപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ബെഡ്റൂമും ലിവിങ് സ്പേസും ബാൽക്കണിയൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു അടിപൊളി ബെഡ്റൂമാണ്. നമ്മളിപ്പോൾ ഒരു 2 ഫാമിലിയോ 2 കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു വില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 11,000 ആണ്. 11,000 രൂപയ്ക്ക് ഈ കാണുന്ന പ്രീമിയം ബെഡ്റൂം, അതും 2 ബെഡ്റൂം വരുന്നുണ്ട്. പൂള് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഉപയോഗിക്കാം. ഇനി ടെൻ്റൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക്, ടെൻറ്റ് സ്റ്റേ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് താഴെ ടെൻറ്റും അവൈലബിൾ ആണ്. ഇത് ഇവിടുത്തെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഇൻഫിനിറ്റി പൂളാണ്. അതിൻ്റെ ഒരു വ്യൂ നോക്കിയാൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു സിംഗിൾ കപ്പിൾസോ സിംഗിൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ സിംഗിൾ ബെഡ്റൂമിൻ്റെ വില്ല ചൂസ് ചെയ്യാം. 6,900 രൂപയാണ് സിംഗിൾ ബെഡ്റൂമിന് പ്രൈസ് വരുന്നത്. അതായത് ഒരു സിംഗിൾ ഫാമിലി അല്ലെങ്കിൽ ഒരു സിംഗിൾ കപ്പിൾസിന് 6,900 പ്രൈസ് വരുന്നത്. ഇതിൽ ഇവരൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് വില്ല എടുത്ത് നോക്കിയാലും നല്ല അടിപൊളിയായിട്ടുള്ള ബാൽക്കണി വ്യൂ കാണാം. അതും ഓപ്പൺ ബാൽക്കണിയാണ്. ഫ്രണ്ടിൽ ഇതേ കുരിശുമലേൻ്റെ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു പൂള് നേരെ ഫ്രണ്ടിൽ കാണുന്നത്. ഇനി നമ്മൾക്ക് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ഇതെവിടെ താഴെയായിട്ട് ക്യാരംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരംസൊക്കെ താഴെയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെൻറ്റിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ ടെൻറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വില്ലകളുടെ കാര്യങ്ങൾ, കോട്ടേജസിൻ്റെ പ്രത്യേകതകൾ. മൾട്ടിപ്ലെക്സ് എടുത്തതിനാൽ 2 ഫാമിലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രൈവസിയിൽ നിൽക്കാം. താഴത്ത് പൂള് വരുന്നുണ്ട്. പൂള് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഇവിടുത്തെ കോമൺ പൂളാണ്, ഇൻഫിനിറ്റി പൂളാണ് നേരത്തെ കണ്ടത്. ഇതിൻ്റെ പുറകിലൊരു ചെറിയ റിവർ ഉണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ അത് ഡ്രൈ ആയി കിടക്കുകയാണ്. പക്ഷേ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. റൂമൊക്കെ കണ്ടില്ല, അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ. ഇതിൽ ലിവിങ് സ്പേസ് ഉണ്ട്. പിന്നെ കണ്ടോ, നല്ല ബെഡ് സ്പേസ് വരുന്നുണ്ട്. ബാൽക്കണി ഡോർ ഇതാ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ 1 BHK ആയാലും 2 BHK ആയാലും വില്ലകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രീമിയം പ്രോപ്പർട്ടിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറ്റഗറിയിലല്ല വരുന്നത്. ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6,900 മുതലാണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് DJ റൂം വരുന്നുണ്ട്, ഓപ്പൺ ഡൈനിങ് ഉണ്ട്, ബാർബിക്യൂ ഫെസിലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ക്യാമ്പ് ഫയർ വേണമെങ്കിൽ ഇവർ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ കുട്ടികളുടെ കിഡ്സ് പാർക്ക് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ആക്ടിവിറ്റീസും നല്ല ഇൻഫിനിറ്റി പൂളും റൂം സർവീസും നല്ല ഹോസ്പിറ്റാലിറ്റിയും ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കക്കാടംപൊയിലേക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സോ ഫാമിലി ഗ്രൂപ്പോ ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിസോർട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എടുക്കാം. ഒരു 25-30 പേര് വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വിട്ടുതരും. പ്രൈവറ്റായിട്ട് പ്രൈവസിയിൽ ഇവിടുത്തെ കോട്ടേജുകളും പൂളും എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് താഴെ ഞാൻ ഇവരുടെ റിസർവേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. കോട്ടേജിൻ്റെ ഒരു വ്യൂ ആണ് ഫ്രണ്ട് സൈഡിൽ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ബാർബിക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രില്ല് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്.
പിന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. ഓരോ ഏരിയയും നല്ല നീറ്റായിട്ട് തന്നെ അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റാഫുകളൊക്കെ നല്ല അടിപൊളി കസ്റ്റമർ സർവീസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ വേനൽക്കാലത്താണ് ഇവിടെ വന്നത്. പക്ഷേ വേനൽക്കാലമായപ്പോലും ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്. ഈവനിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇന്നലെയൊക്കെ രാവിലെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം 2-3 ദിവസമായിട്ട് മഴയുള്ളത് കൊണ്ട് രാവിലെയൊക്കെ നല്ല കോട നമുക്ക് കാണാൻ പറ്റും. പൊതുവേ കക്കാടംപൊയിൽ എന്ന് പറയുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും കോട ഇറങ്ങുന്ന ഒരു പ്രദേശമായതുകൊണ്ട് നല്ല ക്ലൈമറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണിത്. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്ന കക്കാടംപൊയിലെ നായാടംപൊയിലാണ് ഈ ഒരു ലാപ്പൈസ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒരു 6 മാസം ആയിട്ടുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 100% ഫാമിലി, കപ്പിൾസ്, ഗ്രൂപ്പ് ഓഫ് ഫാമിലി, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടി റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. കോട്ടേജിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല പച്ചപ്പ്, നല്ല മനോഹരമായിട്ട് തന്നെ അതവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഈവനിങ്ങിലൊക്കെ നല്ല വ്യൂ ആണ്. അതുപോലെ മോർണിംഗിലൊക്കെ കോടയുണ്ടെങ്കിൽ കോടയൊക്കെ ആസ്വദിക്കാനും, മഴ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഫീലാണ് പ്രത്യേകിച്ച് കക്കാടംപൊയിൽ. ഇതാണ് മൾട്ടിപ്ലക്സ് വില്ലയിൽ വരുന്ന പൂള് കേട്ടോ. ഈ പൂള് പ്രൈവറ്റ് പൂളാണ്. ഈ മൾട്ടിപ്ലക്സ് 2 ബെഡ്റൂം വില്ല എടുക്കുന്ന 2 ഫാമിലിയോ 2 കപ്പിൾസിനോ ആണ് ഈ ഒരു പ്രൈവറ്റ് പൂളിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൂള് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഉപയോഗിക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കോമൺ പൂളും ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉപയോഗിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഇൻഫിനിറ്റി പൂള് കോമൺ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലാപ്പൈസ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. ഇത് ഇവിടുത്തെ ഒരു ആംഫി തിയേറ്ററാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെൻറ്റ് പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. താഴെ ഇവിടെ പ്രയർ റൂമുണ്ട്. നിസ്കരിക്കാൻ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഏരിയ ഉണ്ട്. നമുക്ക് വുളു എടുക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, പ്രയർ റൂമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ സാധാരണ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നിസ്കരിക്കാനും അതുപോലെ നമുക്ക് ഒത്തുകൂടാനും കുറച്ച് നേരം കൂട്ടം കൂടി ഇരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് നോക്കിയാൽ ഇത് ഇവിടുത്തെ ആംഫി തിയേറ്ററാണ്. ഒരു 10-35 പേർക്ക് ഇരിക്കാനുള്ള ഓപ്പൺ ഡൈനിങ് ഏരിയ, അതിവിശാലമായിട്ട് നല്ല ഓപ്പൺ സ്പേസിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും ഈ ഒരു ആംഫി തിയേറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട്. അത് നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇവിടുത്തെ കോമൺ ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടോ. ഇവിടെ നമുക്ക് ബോർഡ് ഗെയിംസ് ഉണ്ട്, പ്രൈവറ്റ് പൂൾ ഉണ്ട്, ടെൻറ്റ് ഏരിയ ഉണ്ട്, നാച്ചുറൽ സ്ട്രീം വരുന്നുണ്ട്. സോ അത് വേനൽക്കാലത്ത് ഓക്കെ അല്ല, മഴക്കാലത്ത് അടിപൊളിയായിരിക്കും. പിന്നെ കിഡ്സ് പാർക്ക് നമ്മൾ കണ്ടില്ലേ, കിഡ്സ് ഗെയിംസ് വരുന്നുണ്ട്. DJ വിത്ത് റെയിൻ ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട്. ബാർബിക്യൂ പോയിൻ്റ് ഉണ്ട്. ബെഡ് ആൻഡ് കോഫി, പാൻട്രീസ്, ഫ്രീ വൈഫൈ, ഡ്രൈവേഴ്സ് റൂം, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ്, ട്രെക്കിങ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കക്കാടംപൊയിലിൽ നായാടംപൊയിലുള്ള ലാപ്പൈസ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് ഇതേ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വെക്കേഷനൊക്കെ കളറാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ സ്ലോട്ടുകളൊക്കെ റിസർവേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളൊരു മഴ സീസണിലൊക്കെ മഴ പെയ്യുന്ന സമയത്തൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. കക്കാടംപൊയിൽ പൊതുവെ കോട ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ അടുക്കുകയാണ് അല്ലേ, നമ്മുടെ പെരുന്നാളും വിഷു. ഇനി ഫുള്ള് നമുക്ക് സമ്മർ വെക്കേഷനാണ്. ഈ സമ്മർ വെക്കേഷൻ നിങ്ങൾക്ക് ഫാമിലി മൊത്തം നമ്മുടെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള മലബാറിൻ്റെ സ്വന്തം കക്കാടംപൊയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, അത് നമ്മുടെ ലാപ്പൈസ് റിസോർട്ടിലെ കക്കാടംപൊയിലിൽ തന്നെ ഏറ്റവും പുതിയ ലക്ഷറി റിസോർട്ടാണ്. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് കാര്യങ്ങൾ റിസോർട്ടൊക്കെ റിസർവേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ഞാനിത് സ്ക്രീനിലൊരു നമ്പർ കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ വിളിച്ച് ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പ്രോപ്പർട്ടി റിസർവേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കക്കാടംപൊയിലിലെ മലബാറിൻ്റെ ഗവിയിലെ ഏറ്റവും പുതിയ ലാപ്പൈസ് റിസോർട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഇതുപോലുള്ള അടിപൊളി വിശേഷങ്ങളും യാത്രകളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ സെയ്തു, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു.